വന്ദേ ഭാരതിൽ ആലപിച്ച ദേശഭക്തിഗാനം വിവാദമാക്കിയതിന് പിന്നിൽ CPM-ന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ പുറത്തുവരികയാണ്. നാനാത്വത്തിൽ ഏകത്വമെന്ന ആശയം വ്യക്തമാക്കുന്ന വരികളടക്കം CPM-നെയും കോൺഗ്രസിനെയും അസ്വസ്ഥമാക്കുന്നു. ശ്രീനാരായണൻ അരവിന്ദൻ ഇവിടക്കോവിൽ തുറക്കുമെന്ന വരികളാണ് CPM-നെ കൂടുതൽ വിരളി പിടിപ്പിക്കുന്നതെന്ന് BJP സംസ്ഥാന വക്താവ് PR ശിവശങ്കർ കൊച്ചിയിൽ വിമർശിച്ചു. ഈ ദേശഭക്തി കാരണം ഇവിടെ ശ്രീനാരായണൻ അരവിന്ദന്മാർ അല്ലെങ്കിൽ ഝാൻസി റാണിയും ഭഗത് സിംഗും ഒക്കെ പറയുമ്പോൾ അവർക്ക് ഈ സംസ്കാരത്തെ, ഈ സ്വാതന്ത്ര്യ സമരത്തെ, ഇവിടുത്തെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ തന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെറ്റായ വാചകങ്ങൾ പറയുന്നത്. ഭഗത് സിംഗിനെയും ഝാൻസി റാണിയെയും ശ്രീനാരായണ ഗുരുദേവനെയും അരവിന്ദ ഘോഷിനെക്കുറിച്ച് പറയുന്ന ഒരു ദേശഭക്തി ഗാനം, ഇവിടുത്തെ ദേശീയ നായകരെക്കുറിച്ചുള്ളൊരു ഗാനം, അതിനെപ്പോലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പുച്ഛം തോന്നുന്നു, ലജ്ജ തോന്നുന്നു. ഇവരൊക്കെ രാഷ്ട്രീയ നേതാക്കളാണ്. ഇവർക്കൊക്കെ ഇത്രയേറെ ചാനൽ സ്പേസ് കൊടുക്കുന്നതിനെ പോലും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. വളരെ ദയനീയമാണ് ഇവരുടെ. രേഷ്മ ബാബു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രേഷ്മ, അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ പരമപവിത്രമിതാമി മണ്ണിലെന്ന് പറയുന്ന ഈ ദേശഭക്തി ഗാനം, അത് ഭാരതത്തിൻ്റെ പൂർവ്വസൂരികൾ നമ്മളെ കൈപിടിച്ച് നടത്തിയ നമ്മുടെ പൂർവികന്മാരെ സ്മരിക്കുന്ന ഒരു ഗാനമാണ്. ഭാരതത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ചരിത്രവും ഒരുപാട് അധിനിവേശ ശക്തികൾ ഇവിടേക്ക് വന്നുവെങ്കിലും അവരെയൊക്കെ നമ്മൾ എങ്ങനെ പ്രതിരോധിച്ചു, ആരൊക്കെ അതിന് മുന്നിൽ നിന്നു, അക്കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദേശഭക്തി ഗാനമാണല്ലോ ഇത്. അതിനെ വിമർശിക്കുന്നതിൽ തീർച്ചയായിട്ടും PR ശിവശങ്കർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ അത് പച്ചയായ രാഷ്ട്രീയമാണെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? രേഷ്മ. ഗൗതം, അതായത് ദേശഭക്തി ഗാനം എന്നുള്ള രീതിയിൽ ഗണഗീതങ്ങൾ പാടിയതിനെ മാത്രമല്ല CPM എതിർക്കുന്നത്, കോൺഗ്രസ് ആണെങ്കിലും എതിർക്കുന്നത്. മറിച്ച് ഇത്തരം ദേശഭക്തി ഗാനങ്ങൾ കുട്ടികൾക്കിടയിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിനെ തന്നെയാണ് PR ശിവശങ്കരൻ ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്. കൃത്യമായിട്ട് ഒരു അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുക കൂടി ചെയ്യുന്നുണ്ട്. കാരണം എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ കുട്ടികൾ വന്ദേ ഭാരത് ട്രെയിനിൽ വെച്ച് വന്ദേ മാതരം ചൊല്ലിയതിനു ശേഷം പരമപവിത്രമതാമി മണ്ണിൽ എന്ന ദേശഭക്തി ഗാനം ചൊല്ലുന്നു. അതിനുശേഷം വലിയ രീതിയിൽ സൈബർ ആക്രമണം ഒക്കെ തന്നെ ഈ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്നു. വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ, വിദ്യാഭ്യാസ വകുപ്പാണെങ്കിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും സ്കൂൾ അധികൃതർക്കെതിരെ നടപടിയെടുക്കും എന്നൊക്കെയുള്ള തിരിച്ചുവരമൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഏറെ പ്രസക്തമായിട്ട് ഇന്ന് ഈ സ്കൂളിൽ വെച്ച് തന്നെ ഈ സ്കൂളിന്റെ അസംബ്ലിയിൽ പരമപവിത്രമതാമി മണ്ണിൽ നിന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം, അതോടൊപ്പം തന്നെ അമരമാകണം എന്റെ രാഷ്ട്രം, വിശ്വവിസ്മൃതി നേടണം എന്ന ഗാനവും ആലപിച്ച് കുട്ടികൾ എല്ലാവരും ഒരേ മനസ്സോടു കൂടിയാണ് ആ ഗാനം ആലപിച്ചത്. ഈ സ്കൂൾ അസംബ്ലിയിൽ സാധാരണ ഈ വിദ്യാനികേതൻ സ്കൂളുകളിൽ ചെയ്യുന്ന പോലെ തന്നെ ദേശസ്നേഹം ഉദ്ഘോഷിക്കുന്ന ദേശഭക്തി ഗാനങ്ങൾ എല്ലാ ദിവസത്തെയും അസംബ്ലിയിൽ അവർ ഉൾക്കൊള്ളിക്കും. അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. രശ്മിയിലേക്ക് വീണ്ടും മടങ്ങുകയാണ്. രശ്മ, ഇതിൽ എടുത്തു കാണേണ്ടത് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച ഒരു നവോത്ഥാന നായകൻ. നമുക്കറിയാം, നേരത്തെ വിജയ് തമ്പി ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിക്കോട്ടെ, ശ്രീനാരായണ ഗുരുവും അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്കുമൊക്കെ മറ്റൊരു ഡയമെൻഷൻ എന്ന നിലയിലുള്ള പ്രചരണം, അത് ഹിന്ദുത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മറ്റൊന്നാണ് എന്ന രീതിയിലുള്ള കുപ്രചരണം ഉൾപ്പെടെ നടത്തുന്ന ഘട്ടത്തിലാണ് ഈ ദേശഭക്തി ഗാനം ഇവിടെ പ്രസക്തമാകുന്നത്. ഈ ദേശഭക്തി ഗാനത്തിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭാരതത്തിന്റെ നവോത്ഥാന നായകർ, അതിനിടയിലാണ് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയും ഈ ദേശഭക്തി ഗാനത്തിൽ പരാമർശമുള്ളത്. അപ്പോൾ ഇതൊക്കെ വലിയ തോതിലുള്ള അസഹിഷ്ണുത CPM-ന് ഉണ്ടാക്കുന്നു എന്നതിൽ വലിയ അത്ഭുതമില്ലല്ലോ രേഷ്മ. അതെ ഗൗതം, അതായത് CPM-നും കോൺഗ്രസിനും ഉണ്ടാക്കുന്ന അസഹിഷ്ണുത ചെറുതല്ല. കാരണം യുവതലമുറ അല്ലെങ്കിൽ പുതുപുത്തൻ തലമുറ, ഈ ജെൻസി എന്നൊക്കെ പറയുന്ന പോലെ പുത്തൻ തലമുറ ഈ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ദേശീയതയ്ക്കൊപ്പം ചേരുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിനാണെങ്കിലും ഈ CPM-നാണെങ്കിലും വലിയ രീതിയിൽ ഒരു ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട്. കാരണം നേരത്തെ വന്ദേ മാതരത്തെ പോലും ചൊല്ലാനായിട്ട്, അല്ലെങ്കിൽ വന്ദേ മാതരം ഒക്കെ മറ്റ് ദേശീയ ഗാനങ്ങളൊക്കെ തന്നെ ചൊല്ലാനായിട്ട് ഒരു വിമുഖത പ്രകടിപ്പിച്ചവരാണ് ഈ CPM-കാർ. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ പരമപവിത്രമതാമി മണ്ണിൽ നിന്ന് തുടങ്ങിയ ഒരു ദേശഭക്തി ഗാനമായിട്ട് കൂടി അതിനെ RSS ഗണഗീതം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികൾക്ക് നേരെ സൈബർ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു ഘട്ടത്തിലേക്ക് ആ CPM-ന്റെ അടികൾ എത്തി നിൽക്കുന്നു. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഗൗതം, ഈ കുട്ടികൾക്ക്
പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്നാണെങ്കിലും രാജ്യത്തുടനീളം ഉള്ള ആളുകളിൽ നിന്ന് ലഭിക്കുന്നത്. കോടിക്കണക്കിന് ആളുകൾ ഈ കുട്ടികളുടെ ഈ ഒരു ഉദ്യമത്തെ അല്ലെങ്കിൽ അവർ ആ വന്ദേ ഭാരത് എക്സ്പ്രസിൽ അവിടെ വെച്ച് ദേശഭക്തി ഗാനം അത് ആലപിക്കാൻ കാണിച്ച ആ മനസ്സിന് അവർ സ്വയമേ ചെയ്തതാണ്. കാരണം ആരും പറഞ്ഞ് പഠിപ്പിച്ച് നേരത്തെ വെച്ചിരിക്കുന്നൊന്നുമല്ല. അവർക്ക് ഒരു പാട്ട് ദേശഭക്തി ഗാനം പാടാൻ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നേരത്തെ തങ്ങളുടെ സ്കൂളിൽ ദിനേന, അതായത് എല്ലാ മാസവും കൃത്യമായിട്ട് ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കാറുണ്ട്. ഇവിടെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടീം തന്നെയുണ്ട്. അത്തരത്തിൽ പഠിച്ചു വന്ന ആ കുട്ടികൾ ആദ്യം പാടുന്നത് വന്ദേ മാതരം, അതിനുശേഷം പരമപവിത്ര മദാമി മണ്ണിൽ തുടങ്ങുന്നത്. അപ്പോൾ ആ കുട്ടികളെ ആരും ഇത് നിർബന്ധിച്ചതല്ല, അവർ സ്വയമേ ഇഷ്ടത്തോടു കൂടി തന്നെ താല്പര്യാർത്ഥം തന്നെ ചെയ്തതാണ്. ഇന്ന് അവർ ലൈവിലും പറഞ്ഞത് തന്നെയാണ്. അവർക്ക് ഏറെ സന്തോഷത്തോടു കൂടി ഏറെ ആഹ്ലാദത്തോടു കൂടിയാണ് അത്തരത്തിൽ ആ ഒരു ഗാനം ആലപിച്ചത്. പക്ഷെ അതിനെ വിമർശനാത്മകമായിട്ട് കാണുവാനായിട്ടുള്ള CPM-ന്റെ ഒരു നയം അത് നേരത്തെ പ്രഖ്യാപിതമാണ്. കാരണം എന്താണെങ്കിലും അത് ദേശഭക്തി ഉള്ള അല്ലെങ്കിൽ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്നതാണ് എങ്കിൽ ആർക്കും ഏതെങ്കിലും ഘട്ടത്തിൽ ആ ഗാനത്തെ ചൊല്ലുകയോ അല്ലെങ്കിൽ അതിനെ പ്രകീർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് നിഷിദ്ധമാണ് എന്നുള്ള ഒരു നിലപാട് നേരത്തെ CPM-നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെയും കാണിച്ചത്. പക്ഷേ മറ്റൊരു കാര്യം സ്കൂളിന്റെ പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട്. ഇനി NOC റദ്ദാക്കാനാണെങ്കിലും ഇനി എന്ത് നടപടി എടുക്കാനാണെങ്കിലും നിലവിൽ നിയമപ്രകാരം തന്നെയാണ് തങ്ങൾ ഈ സ്കൂളിന്റെ എല്ലാ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ദേശദ്രോഹപരമായിട്ടുള്ള ഒന്നുമല്ല അവിടെ ആലപിക്കപ്പെട്ടത്, മറിച്ച് ദേശീയതയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് ദേശസ്നേഹം തുളുമ്പുന്ന വരികൾ ആ കൊച്ചു കുഞ്ഞുങ്ങൾ പാടിയിരിക്കുന്നു. അതിനെ അഭിനന്ദിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത്. ഇതിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് ഏതെങ്കിലും നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നിയമപരമായിട്ട് തന്നെ അതിനെ എതിർക്കും, നഖശിഖാന്തം എതിർക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പൊതുസമൂഹവും അത് തന്നെയാണ് പറയുന്നത്. കാരണം ഒരു വിഭാഗം മാത്രം വിമർശനം ഉന്നയിക്കുമ്പോൾ ആ കുട്ടികളുടെ ആ ഒരു ദേശഭക്തി ഗാനം ആലപിച്ചുകൊണ്ടുള്ള ആ ഒരു നീക്കത്തെ അല്ലെങ്കിൽ അത്തരമൊരു വീഡിയോ വൈറലായ സമയത്ത് വളരെ വലിയ രീതിയിൽ ആളുകൾ അത് തന്നെയാണ് രശ്മ. അതായത് CPM-ന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ്, പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവനെ പോലെയൊക്കെയുള്ള കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരെ കൃത്യമായിട്ട് തന്നെ സ്മരിക്കുന്ന ഒരു ദേശഭക്തി ഗാനം കൊച്ചുകുട്ടികൾ ചൊല്ലുന്ന ഘട്ടത്തിൽ അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വിവാദമാക്കാനുള്ള ശ്രമം, അത് തീർച്ചയായിട്ടും അതിൽ പച്ചയായ രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുന്നു എന്ന BJP വക്താവ് PR ശിവശങ്കരന്റെ വാക്കുകൾ വളരെ കൃത്യമാണ്. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.